ഇവിടുത്തെ ലീഗിൻ്റെ നേതാക്കൾ ഇതിൽ ഇടപെടാത്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇവിടെ പലവർക്കും സൗജന്യ പാസ് ഉണ്ട്. വലിയ രീതിയിലുള്ള ചർച്ചയാണത്. നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ഇവിടെ പലർക്കും സൗജന്യ പാസ് ഉണ്ട്. ഇത് നടത്തുന്നത് ഒരു ഘട്ടത്തിൽ നമ്മളോടൊക്കെ NHAൻ്റെ ആളുകൾ വിളിച്ചിരുന്നു, ഇതിന് ആളുകളെ സപ്ലൈ ചെയ്ത് തരാൻ പറ്റുന്നു. അപ്പോൾ നമ്മളെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു ഇവിടെ. കാരണം നമ്മുടെ നിലപാട് ഇത്തരം തെമ്മാടിത്തരങ്ങൾക്ക് നമുക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, പാർട്ടി എന്നുള്ള രീതിയിൽ അതിനെ ഒരാളെപ്പോലും നൽകാൻ കഴിയില്ല, നിങ്ങൾ ആ രീതിയിൽ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ലീഗിൻ്റെ ആളുകൾ ഇത് ഏറ്റെടുത്ത് ഇന്നലെ ഒരു സുഹൃത്ത് രാജിവെച്ചു പറഞ്ഞു. ഒരാൾ പുകമുറക്ക് അകത്തിരിക്കുന്നുണ്ട്, അയാളിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. പേര് ഇതിനകത്ത് പറയുന്നില്ല എന്നുള്ളൂ. കാരണം നമുക്ക് കൃത്യമായ രേഖ കിട്ടാതെ ഒരാളെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഏതറ്റം വരെയും പോവും. ഇത് നിലവിലൊരു സൂചനാ സമരമാണ്. ഇനി നിയമപരമായിട്ട് എവിടെയെല്ലാം പോകാൻ കഴിയും. കാരണം ഈ ടോള് തന്നെ നിലനിൽക്കാൻ സാധ്യതയില്ല. കാരണം 60 കിലോമീറ്റർ എന്ന് പറയുന്ന മാനദണ്ഡം പാലിക്കാത്ത രീതിയിലാണ് ഈ ടോള് നിലവിൽ നിൽക്കുന്നത്. 48 കിലോമീറ്ററാണ് വെട്ടിച്ചിറ മുതൽ അടുത്ത ടോൾ വരെ നിൽക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത സമയത്ത് നമ്മൾ ആദ്യ സൂചന എന്നുള്ള രീതിയാണ് ഇപ്പോൾ സമരം ഏറ്റെടുത്തുള്ളത്. ഇനി നിയമപരമായിട്ടും ഇതിന് എന്തെല്ലാം അറ്റം വരെ പോകാൻ കഴിയുമോ. കാരണം ഇവിടുത്തെ ബാത്റൂം അടഞ്ഞു കിടക്കുകയാണ്. ഇവർ തമ്മിൽ പഞ്ചായത്തും ടോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി മത്സരം നടത്തുക എന്നല്ലാതെ, കാരണം ഇവിടെയുള്ള വിഷയങ്ങൾ, കാരണം ഈ വെട്ടിച്ചിറ പ്രദേശം എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും നൽകിയ സാധനമാണ്. ഇവിടെയൊക്കെ വലിയ വലിയ വാഹനങ്ങൾ വന്ന് തൊട്ടടുത്തുള്ള പ്രദേശത്തൊക്കെ ആളുകൾ വന്ന് മൂത്രയിക്കുക, അവരെ പ്രാഥമിക കർമ്മങ്ങൾ നടത്തിപ്പോവാണ്. ഇത് വലിയ രൂക്ഷമായ പ്രതിസന്ധി, ഈ മഴക്കാലത്താണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം വലിയ രൂക്ഷമായ പ്രതിസന്ധി നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനൊന്നും ഇവർ കള്ളനും പോലീസും കളിക്കുക, കാരണം പഞ്ചായത്തും KNRC അല്ലെങ്കിൽ NHAയും കള്ളനും പോലീസും കളിക്കുക എന്നുള്ള രീതിയല്ല ഒരു നടപടിയും ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നില്ല. പഞ്ചായത്ത് പൂട്ടിട്ട് പോയാൽ ഏത് വമ്പനും പറ്റും പൂട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ പൂട്ടിട്ട് പോയവരെ കൊണ്ട് തുറപ്പിക്കാൻ പഞ്ചായത്തിനെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സമരം നമ്മൾ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ഒരു ആവശ്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി, ഞങ്ങളുടെ ലെറ്റർ ഹെഡിൽ എഴുതി ഇവിടെ സമർപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കി. ഈ നാട്ടുകാരുടെ ആവശ്യമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കാൻ ഇതിൻ്റെ അധികൃതർ തയ്യാറാവണം. പോലീസ് നിയമം കയ്യിലെടുക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ പോലീസ് ഇവിടെ വേണം. അതല്ലാതെ നമ്മൾ വിളിച്ചു പറയുന്ന കേസുകൾ മാത്രം അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഇവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്ന രീതിയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ളത് എന്നുണ്ടെങ്കിൽ ഈ പോലീസ് മതിയാവില്ല ഇവിടെ. അത് നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി DYFA ഇത്തരമൊരു സമരം ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ടോൾ പ്ലാസ അധികൃതർ പ്രേരിപ്പിക്കരുത് എന്നുള്ളതാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മൗലികാവകാശമാണ്. ഇവിടെ ഈ 6 വരിപ്പാത ഉണ്ടാക്കിയിട്ടുള്ളത് ഏറ്റവും സുഗമമായിട്ട് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ചും അതുപോലെ തന്നെ ജനപ്രതിനിധികളെ സ്വാധീനിച്ചുമൊക്കെ ഇവിടെ നടക്കുന്നത് ഒരു തരത്തിലും നമുക്ക് അനുവദിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഒരു സൂചനയായി കണ്ട് ഇവിടെ ടോളിൻ്റെ അധികൃതരും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഇതിനെ മനസ്സിലാക്കിയാൽ അവർക്ക് നന്നു. അല്ലാത്ത തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിലും നല്ല സമര പ്രക്ഷോഭ പരിപാടികളുമായിട്ട് DYFI മുന്നോട്ട് പോകും. ആ സമയത്ത് DYFI നിയമം കയ്യിലെടുത്തു, DYFI ആ തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. ആ തരത്തിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കാനുള്ള ഒരു നയപരിപാടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസാണെങ്കിലും ശരി, നിയമ സംവിധാനമാണെങ്കിലും ശരി, ജനപ്രതിനിധികളാണെങ്കിലും ശരി ഉണ്ടാവേണ്ടത്. അത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഞങ്ങൾ ഇവിടെ സമരമായിട്ട് വരും. ഇത്രയും നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം നവമാധ്യമങ്ങളിലെല്ലാം വളരെ വൻതോതിലേക്ക് ടോളിൻ്റെ അക്രമത്തെക്കുറിച്ചുള്ള വീഡിയോസും പ്രചരണങ്ങളൊക്കെ വൻതോതിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് 2 മേഖലാ കമ്മിറ്റികൾ സംയുക്തമായിട്ട് DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. 2 ദിവസത്തെ ഒരു ക്യാമ്പയിനായിരുന്നു. ആ ക്യാമ്പയിൻ കേവലം തിരഞ്ഞെടുക്കപ്പെട്ട സഖാക്കളാണ് യൂണിറ്റിൽ നിന്നും എത്തിയിട്ടുള്ളത്. അടുത്ത സമരം ഈ രീതിയിലല്ല DYFI തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഗ്രാമപഞ്ചായത്ത്, നേരത്തെ രാജീവട്ടം സൂചിപ്പിച്ച പോലെ MLA, MP തുടങ്ങിയ ഭരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ DYFIയുടെ രീതിയും സമരത്തിൻ്റെ രീതിയും മാറുമെന്നാണ് പറയാനുള്ളത്.